ചില നന്മകൾ വരുമ്പോൾ 1000 വട്ടം പറയണം, ഇതെനിക്ക് തന്നത് ദൈവമാണ്, ഈ ആരോഗ്യം തന്നത് ദൈവമാണ്, ഈ ശുശ്രൂഷ തന്നത് ദൈവമാണ്, ഒന്നുമില്ലായ്മ എന്നെ ഉയർത്തിയത് ദൈവമാണ്, എന്നെ അനുഗ്രഹിച്ചത് ദൈവമാണ്, എവിടെയോ കടന്ന് എന്നെ ഇവിടെ എത്തിച്ചത് ദൈവമാണ്. എന്നാണോ ഇതൊരാൾ മറക്കുന്നത്, അന്ന് അയാൾ തോൽക്കാൻ തുടങ്ങും. എന്നാണോ ഇത് ഞാൻ വലിയ പുള്ളിയാണ്, എന്റെ കഴിവാ, എന്റെ ഭാഗ്യവാ എന്ന് കരുതുന്നിടത്താണ് ഒരാൾ പതുക്കെ പതുക്കെ തോക്കാൻ തുടങ്ങുന്നത്. എന്നൊക്കെയാണോ ദൈവത്തെ ഉയർത്തുന്നത്, അന്ന് മുതൽ അയാൾക്ക് വേണ്ടതൊക്കെയും ദൈവം കൊടുത്ത് അനുഗ്രഹിക്കാൻ തുടങ്ങും. യേശു ഒരു വള്ളത്തിലോട്ട് കയറിയില്ലേ? യേശു ഒരു വള്ളത്തിലേക്ക് കയറിയപ്പം അവിടെ അവർക്കുണ്ടായത് നേട്ടമാണ്, നഷ്ടമല്ല. ദൈവത്തിന്റെ വചനം നീ കേൾക്കുമ്പോൾ നിനക്ക് നഷ്ടമല്ല. ചിലര് പറയുന്നത് ഇതൊക്കെ ഒരു നഷ്ടക്കച്ചവടം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ല, നഷ്ടക്കച്ചവടമൊന്നുമല്ല. ചിലരൊക്കെ ആവേശത്തിൽ പറയും, എനിക്ക് ഇതിനൊക്കെ എവിടാ സമയം, എനിക്ക് നേരെ നിൽക്കാൻ പോലും സമയമില്ല, പിന്നെയാണോ എനിക്ക് ഇതൊന്നും പറ്റത്തില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ബിസിയാണ്. എന്ത് ബിസിയാന്നാ ഈ പറയുന്നത്? ജീവിതത്തിന് ആവശ്യമായ നന്മകളില്ലാതെ, അനുഗ്രഹമില്ലാതെ ഓടിയതും നേടിയതും ഒക്കെ നഷ്ടമായി പോകും. ചിലപ്പോ ദൈവത്തെ കൂട്ടുപിടിക്കാതെ ഓടിയിട്ട് ഇന്ന് മെച്ചോ ഇല്ല, മിച്ചോ ഇല്ല, കടവല്ലാതൊന്നില്ല. ദൈവം നിനക്കെല്ലാം നൽകും. ദൈവവചനം കേൾക്കുന്ന ഒരാൾക്ക് നിനക്ക് ആവശ്യമായതൊക്കെയും ദൈവം തരും. കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോ അവർക്ക് വറുത്തു തിന്നാനും കറി വെക്കാനുമുള്ള 4, 3, 7 മീനിനെ കൊടുത്തു എന്നല്ല പറഞ്ഞത്. അവിടെയുള്ള വള്ളങ്ങൾ മുഴുവൻ നിറഞ്ഞു. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവർ കൂട്ടുകാരെ ഒക്കെ ആങ്ങിങ്ങാണിച്ച് വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞു. മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ പാകത്തിന് ദൈവം ചിലപ്പോൾ നിന്റെ കയ്യിൽ വലിയ നന്മകൾ ഏൽപ്പിക്കും. മറ്റുള്ളവർക്ക് ഉദാരമായി കൊടുക്കാൻ പോലും നിന്റെ കയ്യിൽ ദൈവം ചിലത് ഏൽപ്പിക്കും. നിസ്സാരമൊന്നുമല്ല.